അതെ, എല്ലാവർക്കും സുഖാണല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ലൈഫിലെ ഒരു നല്ലൊരു ഹാപ്പി മൊമെൻ്റാണ് ട്ടോ ഇപ്പോൾ. അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. വേറൊന്നുമല്ല, എൻ്റെ ഫേസ്ബുക്കിലത്തെ ഫസ്റ്റ് സാലറി എൻ്റെ അക്കൗണ്ടിൽ വന്ന ദിവസമാണ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ന് കാലത്ത് ഞാൻ അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോഴാണ് എന്താ പറയുക, ഫസ്റ്റ് സാലറി എൻ്റെ അക്കൗണ്ടിലോട്ട് വന്നു. അപ്പം എത്രയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. 5 സാലറിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഊഹിക്കാലോ എത്രയായിരിക്കും എന്ന് ഊഹിക്കാലോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്താ പറയുക, എൻ്റെ ഫസ്റ്റ് സാലറി ആണ്. അതും എനിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു പാഷൻ അതെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളോടായിരുന്നു. കാരണം കൂടുതലും എനിക്കങ്ങനെ പഠിച്ചത് സംബന്ധം ആയിട്ട് എനിക്ക് പുറത്ത് പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് സാലറി വാങ്ങണം എന്നുള്ളൊരു ഒരു ശരാശരി മനുഷ്യൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നിട്ടുള്ള ഒരാളല്ല ഞാൻ. എനിക്ക് എന്താ പറയുക, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവണം, അതൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹങ്ങൾ. അപ്പം അതിന് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു ഭർത്താവിനെയും കൂടെ ഈശ്വരൻ എനിക്ക് തന്നു. അപ്പം ഇത് കിട്ടിയതിൽ ഞാൻ ഒരുപാട് പേരോട് താങ്ക്സ് പറയണം. അതിൽ ഫസ്റ്റ് വരുന്ന ആളാണ് എൻ്റെ അബി. കാരണം എന്താ പറയുക, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന ദൈവങ്ങളുടെ കൂട്ടത്തിലാണ് അബിയുടെ സ്ഥാനം. കാരണം ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ തളർന്നു പോണ നിമിഷങ്ങളിലൊക്കെ എന്നെ ഇങ്ങനെ ഒരു ഫീനിക്സ് പക്ഷീനെ പോലെ ഇങ്ങനെ പിടിച്ചുയർത്തിക്കൊണ്ടിരുന്നത് അബിയാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നണോ അത് തന്നെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് എന്നിങ്ങനെ എന്താ പറയുക, എന്നെ ഇങ്ങനെ നല്ല ചില്ല് ചെയ്ത് കൊണ്ടടക്കുന്നത് അബിയാണ്. അപ്പം അബി അങ്ങനെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കുന്ന ഒരാളല്ല. സ്വന്തമായിട്ട് അഭിപ്രായങ്ങളും സ്വന്തം തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ഒരാളാണ്. സോ അത് തന്നെ അബിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളെ ഭർത്താവായി കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പം ആ ഒരു ഭാഗ്യം എനിക്കുണ്ട്. കാരണം എന്താ പറയുക, എനിക്ക് അതായത് ഇപ്പം ഡ്രൈവിംഗ് ആണെങ്കിലും ശരി, എന്നെ കൊണ്ട് പറ്റില്ലെന്ന് തോന്നുന്നോ അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും, നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കും. കാരണം എൻ്റെ ഇഷ്ടങ്ങൾ അബിയുടെയും കൂടെ ഇഷ്ടങ്ങളാണ്. സോ അതിന് വേണ്ടിയിട്ട് അബി കൂടുതൽ എന്നിങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അബിയുടെ ഒരു സപ്പോർട്ട് ഏറ്റവും വലുതാണ്. പിന്നെ എൻ്റെ ജാൻവി, അവൾക്ക് 6 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷേ റീൽ എടുക്കാനാണെങ്കിലും എന്തെടുക്കാനാണെങ്കിലും അവള് ഫോണിൽ നല്ല കറക്റ്റായിട്ട് വീഡിയോസൊക്കെ എടുത്തു തരും. അതേപോലെ തന്നെ എൻ്റെ കുക്കമ്മ, അപ്പം അവളും ഉണ്ട്. അപ്പോൾ ഇതൊരു ഞങ്ങളുടെ ഫാമിലിയുടെ തന്നെ ഒരു വിജയമായിട്ട് വേണം കരുതാനായിട്ട്. കാരണം ഈ ഒരു വീട്ടിൽ എന്തായാലും എൻ്റെ പൈസ നിൻ്റെ പൈസ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. എല്ലാം നമ്മുടെ എന്നുള്ളൊരു രീതിക്കാണ് ഇന്ന് വരെ പോന്നുകൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം ഈ ഒരു സന്തോഷം എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരിലോട്ടും അറിയിക്കണം എന്ന് എനിക്ക് തോന്നി. അതേപോലെ തന്നെ കുറേ പേരൊക്കെ എന്താ പറയുക, അവളെ കൊണ്ട് റീൽസ് ഒന്നും ചെയ്യിപ്പിക്കണ്ട, എല്ലാം നിർത്ത് എന്ന് പറഞ്ഞ കുറേ ആൾക്കാരും ഉണ്ട്. അവർക്കും നന്ദിയുണ്ട്. കാരണം അവരുടെയൊക്കെ ഒരു ഇതില്ലെങ്കിൽ ഞാനിങ്ങനെ വന്നിരിക്കില്ലല്ലോ. അവരിങ്ങനെ പറയുന്നത് എനിക്ക് ഇവരിപ്പോൾ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്യണം എന്നുള്ള ഒരു രീതിക്കാണ്. അപ്പം അവരോടും എനിക്ക് നല്ല താങ്ക്സും ഉണ്ട്. അതേപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഇപ്പോൾ ഫേസ്ബുക്ക് റീൽസിൽ ഇപ്പം ഞാൻ കുറച്ച് ഇപ്പോൾ 2-3 വീഡിയോസൊക്കെ മില്യൺ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നെഗറ്റീവ് കമൻസും ഉണ്ടാവും, പോസിറ്റീവ് കമൻസും ഉണ്ടാവും. അതിൽ നെഗറ്റീവ് കമൻസ് വരുമ്പോൾ എനിക്ക് വേണ്ടി വാദിക്കുന്ന കുറച്ച് പേരുണ്ട്. അതായത് കുറച്ച് ആൾക്കാരുണ്ട്, എനിക്ക് വേണ്ടി വാദിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി നിന്നിട്ടുണ്ട്, ഇവരെനിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരോട് വാദിക്കുന്നു. സോ അവരൊക്കെ ഇവിടെയാണ് അവരുടെ സ്ഥാനം. അപ്പം ഇതിനെ കുറേ പേര് നല്ല നല്ല കമൻസുകളും ഒക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ഇപ്പം നെഗറ്റീവ് കമൻസ് പറയുന്നവരെയും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം അവരില്ലെങ്കിൽ നമുക്കിടെ വീഡിയോ അങ്ങനെ അങ്ങോട്ട് റീച്ചായൊന്നും പോവില്ലല്ലോ. അപ്പം അവരും നമുക്ക് വേണം. നെഗറ്റീവ് പറയുന്നവരും വേണം, പോസിറ്റീവ് പറയുന്നവരും വേണം. അതേപോലെ തന്നെ അബിയുടെ കൊളീഗ്സ്, അവർ
എന്താ പറയുക, ഞങ്ങളുടെ ഫാമിലി റീൽസ് ആണല്ലോ കൂടുതൽ. അപ്പോൾ റീൽസ് കാണുകയും അതേപോലെ തന്നെ അവർ പറഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ വീഡിയോസിന് സബ് ടൈറ്റിൽ ഇടാൻ തുടങ്ങിയത്. കാരണം കൂടുതലും തമിഴ് പിന്നെ ഹിന്ദി ഒക്കെ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് നമ്മുടെ മലയാളം സ്പീഡിലൊക്കെ പറഞ്ഞു പോകുമ്പോൾ അവർക്കത് മനസ്സിലാവില്ല. അപ്പം അവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ സബ് ടൈറ്റിൽ ഇട്ട് തുടങ്ങിയത്. അപ്പം അങ്ങനെ അബിയുടെ കൊളീഗ്സ് പിന്നെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ അങ്ങനെ കുറേ പേരുണ്ട്. അപ്പം അവരോടും എല്ലാവരോടും താങ്ക്സ് പറയാനുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ അതായത് ഫേസ്ബുക്കിൽ നിന്ന് എയിം ചെയ്യാൻ പറ്റുമെന്നും പിന്നെ ഫേസ്ബുക്കിൽ കുറേ ഫസ്റ്റ് ഉള്ള കുറേ പ്രൊസീജിയേഴ്സ് ചെയ്തു തന്നത് എനിക്കൊരു ഫ്രണ്ടാണ്. ആ ഫ്രണ്ടിനോടും എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്.